മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഞാൻ തേങ്ങ വെച്ചിരുന്നല്ലോ. അയ്യോ, ഈ അരമുറി തേങ്ങ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ? ആഹാ, ഇതിനകത്ത് ഞാൻ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കാനാ? മുളകും കടുവും ഒക്കെ എവിടാ? എനിക്കറിഞ്ഞൂടാ. ഈ കനകത്തിന്റെ അടുത്തും ചിട്ടയും കാരണം എല്ലാം കുഴച്ചു മറിച്ചിട്ടു. എന്നിട്ട് അവള് മധുരയ്ക്ക് പോയി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും എടുക്കേണ്ടുന്ന സാധനങ്ങൾ കയ്യെത്തുന്നിടത്ത് അടുക്കും ചിട്ടയോട് കൂടി വെക്കണമെന്ന്. ആരോട് പറയാനാ? ശരിയമ്മ ശരിയമ്മ എന്ന് പറയും. ഇനി തേങ്ങ കിടപ്പുണ്ടോന്ന് തോന്നാ? ഇനി എനിക്ക് വയ്യ. ഇനി മണി സമയം ഇത്രയായി. ഇനി എപ്പോഴും തേങ്ങ എടുത്ത് പൊതിച്ച് ചിരണ്ടി വയ്യ. ചോനറത്തല രാവിലെ കളിപ്പാണല്ലോ. എന്തായാലും ചേച്ചി രാവിലെ അടുക്കളയിലോട്ടൊക്കെ ഇല്ല, ഞാൻ കേറി വന്നപ്പോഴേ നിന്റെ അമ്മുമ്മ ഭയങ്കര കലിപ്പ്. കടുക് കാണാനില്ല, തേങ്ങയില്ലെന്നൊക്കെ പറഞ്ഞു. ഇല്ലേ? അതെ, ഒരു കാര്യം പറയട്ടെ. നമുക്ക് നൈസായിട്ട് അമ്മൂമ്മേനെ പറ്റിച്ചാല. പാവം എല്ലാ ദിവസവും അടുക്കളയിലല്ലേ. നമുക്കേ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കാം. അപ്പൊ സാധനങ്ങൾ കാണാതാവുമ്പോഴത്തേക്ക് അമ്മൂമ്മ ജോലി ചെയ്യില്ല. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. ഞാൻ ഉണ്ട് പരിപാടിക്ക്. എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഫ്രിഡ്ജിൽ അരമുറി തേങ്ങ ഉണ്ടെന്നാ കേട്ടെ. എവിടെ? അതെ, ഇതുകൊണ്ട് ഒളിപ്പിച്ചു വെക്കും. ഇത് നപ്പി വരും. കൊണ്ടുപോകാനൊന്നും വയ്യ, പോകറ്റ് ഇരിക്കും. കേട്ടടാ, അറിയില്ലല്ലോ ഇങ്ങനെയൊന്നും അറിയില്ല. ആ ചേച്ചി, പിന്നെ പറഞ്ഞിട്ടുണ്ട് ട്യൂഷക്കാരെത്തിയാ? പിന്നെ വന്നിട്ട് എന്റെ ഫോൺ കൊടുത്ത് ആരെയോ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സാധനം തീരുവാണെങ്കിൽ പറയണേന്ന്. എവിടെ? എന്താ രണ്ടും കൂടി ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഒന്നും ആയില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. സമയം എത്രയെന്ന് വല്ല വിചാരം ഉണ്ടോ? സമയം എത്രയാടാ? 9:10. 10 ഞാൻ ഇവിടെ വന്നപ്പം തേങ്ങ ഇല്ല. ഇച്ചിരി അരമുറി തേങ്ങ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച് മുറ്റത്ത് കിടപ്പുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് പോയപ്പോ അവിടെ ഇല്ല. മക്കളെ, നീ പോയി 4 തേങ്ങ മേടിച്ചോട്ട് വാ. കണക്കിന് പറഞ്ഞ പറമ്പിൽ ഇഷ്ടം പോലെ തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ ഉണ്ട്. പക്ഷെ വീട്ടില് കറി വെക്കാൻ ഒരു തേങ്ങ പോലും ഇല്ല. എന്റെ കൊച്ച, ഇവിടെ തേങ്ങ ഉള്ളത് കൊണ്ടാണ് ഞാൻ പടവലത്തുനിന്ന് കൊണ്ടുവരായിരുന്നേ. ഇപ്പൊ ഇവിടെ നോക്കിയപ്പം ഇവിടെയും തേങ്ങ ഇല്ല. അപ്പൊ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ ഇല്ലേ? ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങ ഇരിപ്പുള്ളൂ. ഇനിയിപ്പോ ഉള്ളത് വെച്ച് എന്താന്ന് വെച്ചാ ചെയ്യാം. ഉള്ളത് വെച്ചെങ്കിൽ ഉള്ളത് വെച്ച്. ഞാനിവിടെ അരമുറി തേങ്ങ വെച്ചിരുന്നല്ല. അതെന്തേ ഇവിടെ എന്തോ ആവിയായി പോയോ? എന്തോ പറ്റി? അരമുറി തേങ്ങ ഇതിനകത്ത് ഇരുന്നേ ഇപ്പൊ കാണുന്നില്ല. ഞാൻ തിരുന്നാണെങ്കിൽ പിന്നെ എങ്ങനെ കാണാതിരിക്കും അല്ലേ? നീ എന്താ പറയാ? ഞാനിപ്പോ എടുത്ത് നോക്കിയതല്ലേ അത്. ഇവിടെ കാണുന്നില്ലടാ. ചേച്ചി നോക്കി. അമ്മൂമ്മ നോക്കിട്ട് കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നോക്കിട്ട് എങ്ങനെയാടാ കാണുന്നത്? കറക്റ്റാണ്. എന്നാലും പിന്നെ അതിനകത്ത് തേങ്ങ എങ്ങോട്ട് പോയി? അമ്മൂമ്മ, ഞാൻ അമ്മൂമ്മ അടുത്ത് ഇടക്കിടയ്ക്ക് പറയാറില്ലേ അമ്മൂമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടെന്ന്. ഇത് അതേപോലെ എന്തോ സംഭവമാണ്. അതായത് അമ്മൂമ്മ ചില സമയം ഉള്ള സാധനങ്ങൾ ഇല്ല എന്നും ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ട് എന്നും തോന്നുന്നുണ്ട്. എടാ, ഞാനിപ്പോ തേങ്ങാമുറി എടുത്തതാ. എടുത്തതാണോ അതോ എടുത്തായിട്ട് തോന്നിയതാണോ? ഞാൻ എന്റെ ഈ കൈ കൊണ്ട് എടുത്തതല്ലേ. എടുത്ത് നോക്കിയതാ. ഇങ്ങനെ ഇല്ലെന്ന് അത് തോന്നിയതാണല്ലേ ചേച്ചേ. ഇത് മറ്റേ അസുഖം. ഏതാ സുഖം? മറ്റേ ഈ കിസോഫ്രീനിയ. അത് ഭയങ്കര പ്രശ്നമുള്ള അസുഖം. പ്രായമൊക്കെ ആയില്ലേ? അല്ല, ഇനി ഏത് കാലത്ത് തേങ്ങ മേടിച്ച് പൊടിച്ച് ചിരണ്ടി കറി വെച്ച് കഴിക്കാനാ? ഒരു കാര്യം ചെയ്, ആ കടയിൽ പോയിട്ടേ
നല്ല ചൂടിടിയപ്പോ മുട്ട റോസ്റ്റും മേടിച്ചോണ്ടാ. പിന്നെ അമ്മൂമ്മയ്ക്ക് പറ്റിയ എന്തെങ്കിലും വെച്ച് കയറി. ഓക്കേ അമ്മൂമ്മ ദേ വരണേ. ഞാൻ പൈസ വേണ്ടേ? ആ പിന്നെ പൈസ വേണം. തേങ്ങ എടുത്തു തന്നല്ലോ കൈകൊണ്ട്. എങ്ങോട്ട് പോയി ഒന്നുകൂടെ നോക്കിയേക്കാം. ഞാനിതിവിടെ കണ്ടതാണല്ലോ. തോന്നിയതായിരിക്കും ഇനി. ഏയ് തോന്നുന്ന എങ്ങനെ? ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് എടുത്തതല്ലേ. ടീച്ചറെ, അടുത്ത മാസം പോകുമ്പോ ഞാനും വരും. കാശൊക്കെ ഞാനും തരാം. എവിടെ നിന്നാ? അത് ലച്ചേച്ചി വരും. ലച്ചേച്ചിയുടെ കയ്യില് കൊറേ കാശുണ്ട്. ലച്ചേച്ചിയാണ് ഞങ്ങളെ വീട്ടിലെ കാശുകാരി. എന്തായാലും ഞാനും വരും കേട്ടാ. ശരി. മോളെ ആരെ വിളിച്ചിട്ടാണ് ലച്ചു ചേച്ചിയുടെ കയ്യിൽ കാശുണ്ടെന്നൊക്കെ പറഞ്ഞു? ട്യൂഷൻ ടീച്ചറിനെ. എന്നാലേ ലച്ചു ചേച്ചിയുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഇങ്ങനൊക്കെ ഓരോന്ന് പറഞ്ഞാണ് മനുഷ്യൻ പിച്ചായത്. ചേച്ചി, ഇന്ന് ട്യൂഷൻ കഴിഞ്ഞപ്പോഴേ ട്യൂഷൻ ടീച്ചറിന്റെ ഭർത്താവും കൂടെ എങ്ങോട്ടാ പോന്ന്. അപ്പൊ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ചാടി കയറി വണ്ടി കയറി പോയിന്നാ? എന്നിട്ട് ടീച്ചർ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ടീച്ചർ തിരക്കിലായി പോയി. നിങ്ങൾ എങ്ങോട്ടാ പോയത്? കാക്കനാടുള്ള ഓർഫനേജില്. ഓർഫനേജില്? ചേച്ചി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിയണം. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഇവിടെ അപ്പൊ അവിടെ എത്തും. ഇങ്ങനെ പോയാ അവിടെ എത്തും. എന്ത് പറ, കാര്യം പറ. എന്റെ ചേട്ടാ കാക്കനാടുള്ള ഓർഫനേജിൽ പോയെന്ന്. പോയിട്ട് അവിടെ കൊറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പാവപ്പെട്ട കുട്ടികള്, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളും, പിന്നെ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളും. അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോയതാ അങ്കിളും ട്യൂഷൻ ടീച്ചറും. ആർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന കാര്യമാ പറയുന്നത്? ബ്രേക്ക്ഫാസ്റ്റാ? സംഭവമൊന്നുമില്ല അമ്മൂമ്മ. ഇവളുടെ ട്യൂഷൻ സെന്ററിൽ നിന്ന് ട്യൂഷൻ ടീച്ചറും പുള്ളിക്കാരനും കൂടെ, ഐ മീൻ ഹസ്ബൻഡും കൂടെ ഇവരെ ഓർഫനേജിലോട്ടൊന്ന് കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കളെ, ഇപ്പം മക്കളെ കണ്ടില്ലേ ട്യൂഷൻ ടീച്ചർ പോയി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണത്? അതേപോലെ ഓരോരോ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അവിടെ ചെന്നിട്ട് ഇതേപോലെ ഈ നേരത്തെ ഫുഡ് നമ്മൾ നന്നേക്കാം, അല്ലെങ്കിൽ ഈ ദിവസത്തെ 3 നേരത്തെ ഫുഡ് നമ്മൾ നന്നേക്കാന്ന് പറഞ്ഞാൽ സ്പോൺസർ ചെയ്യും. ചിലപ്പം മാസത്തില് ഒരു എമൗണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നവരും ഉണ്ട്. അപ്പൊ കൊറേ നല്ല മനുഷ്യരുടെ മനസ്സാണ് ആ കുട്ടികളുടെ ജീവിതം, അല്ലേ ഏട്ടാ? തന്നെ മക്കളെ. ചേച്ചി, നമുക്കൊരു ദിവസം അങ്ങോട്ട് പോണം. നമ്മള് പണ്ട് കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഓർഫനേജിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് കുഞ്ഞിന് ഓർമ്മയില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും പോവാം, അല്ലേ യേശു? പോയേക്കാം. അപ്പൊ ഓർഫനേജിൽ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചേ? അത് കുഴപ്പമില്ല, അതും നമുക്ക് സെറ്റ് ചെയ്യാം. എന്താണ് ചോനർത്തല്? വെള്ളയ്ക്ക് നോക്കി ഒരു ആലോചന. അല്ല ലച്ചു, എന്നാലും ആ തേങ്ങാമുറി അത് എങ്ങോട്ട് പോയിന്നാ ഞാൻ ആലോചിക്കുന്നേ. എന്റെ അമ്മൂമ്മ, ഞങ്ങള് പറഞ്ഞില്ലേ, ചിലപ്പോ അമ്മൂമ്മയ്ക്ക് അത് തോന്നിയതായിരിക്കും. അല്ല കൊച്ചെ, എനിക്ക് തോന്നിയതല്ല, ഞാൻ എടുത്തു തന്നേ. ചിലപ്പോ ഇന്നലെ ആണെങ്കിൽ അമ്മൂമ്മ അത് എടുത്തെങ്കിലോ? അല്ല, ഇന്ന് ഞാൻ എടുത്തല്ലയോ. എന്നാലും ആ തേങ്ങാമുറി അത് എങ്ങോട്ട് പോവാനാ? പിന്നെ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാം. പയറിരിപ്പുണ്ട്, അരിയും പയറും കൂടെ ഇട്ട് കഞ്ഞി വെക്കാം. എന്താ? അപ്പൊ തേങ്ങാ ചമ്മന്തികളുണ്ടെങ്കിൽ പൊളിക്കും. തേങ്ങാ ചമ്മന്തി ഇനി മിണ്ടി പോകരുത്. അങ്ങനെ ഇനി ഈ വീട്ടിൽ തേങ്ങ എന്ന് മിണ്ടിയാക്കരുത്. കഞ്ഞി വെക്കാനും പറഞ്ഞോണ്ട് പുറത്തോട്ട് പോകണം. അമ്മൂമ്മക്ക് ഓർമ്മയൊക്കെ പോയാ? എന്തെങ്കിലും എടുക്കാൻ പോയതായിരിക്കും. ഞാനേ പോരാ.
കേശു കേശു ദാ. ഇവിടെ ഇവിടെ എവിടെ വാ ഇവിടെ ഇരി ഇവിടെ ഇരി എന്ത് ചേച്ചി ഇവിടെ ഇരിക്കേ കാര്യം പറ അമ്മുമ്മേ തേങ്ങയും തപ്പി അപ്പുറത്തെ പറമ്പിലോട്ട് പോയിട്ടുണ്ട്. നൈസായിട്ട് നമ്മളെ കഞ്ഞിയും പയറും തിരിക്കാനുള്ള പരിപാടിയായിരുന്നു. ആ പ്ലാൻ ഞാൻ അങ്ങ് പൊളിച്ചടുക്കി. അടുക്കള കയറി അരിയും പയറും ചെറിയ ഉള്ളി ഒക്കെ ഞാൻ അടിച്ചു മാറ്റി. അപ്പൊ അടുക്കള ഇനിയിട്ട് തേങ്ങയില്ലേ? ഒന്നുമില്ല, കത്തി പോലും ഇല്ല. കത്തി അടിച്ചു പറ്റിയ സംഭവം എന്താണെന്നറിയോ? കനകാന്റെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മുമ്മയ്ക്ക് മെയിൻ ആവണം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അമ്മൂമ്മ ഇവിടെ ഉണ്ടായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി തന്നില്ല കുറച്ച് സമയത്തിന്. അങ്ങനെ വരട്ടെ. പക്ഷെ എന്തൊരു കഷ്ടമെന്ന് പറയണേ, പറമ്പിലൊന്നും ഒരു ഒറ്റ തേങ്ങ എടുക്കാനില്ല. എന്തായാലും മുമ്പ് തേങ്ങ തപ്പാൻ പോയതാണോ? ആന്നേ മോനെ, പറമ്പിലൊന്നും ഒരു ഒറ്റ തേങ്ങ ഇല്ലടാ. ഇനിയിപ്പോ പറഞ്ഞതുപോലെ തേങ്ങ ഒന്നും വേണ്ട, കഞ്ഞിയും പയറും ഉണ്ടാക്കാം. ഞാൻ സഹായിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വെച്ചോളാം. അമ്മൂമ്മ കൊണ്ട് ഒറ്റയ്ക്ക് കുട്ടിയെ കൂടുന്ന എനിക്ക് തോന്നല്ലോ കേട്ടോ. ഓ, എന്നാ ആര് പറഞ്ഞു? ഞാൻ ചെയ്തോളാം. ഇനിയിപ്പൊ തേങ്ങ ഒന്നും വേണ്ട, നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിയും പയറും ഉണ്ടാക്കാം. കനകാന്റെ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഈ സമയം കൊണ്ട് ചോറും കറിയും മീൻ വറുത്തതും മീൻ കറിയും മീൻ പീരയും പോരാത്തതിന് കനകാന്റിയുടെ വക ഒരു സ്പെഷ്യലും കൂടെ ഉണ്ടായേനെ. അതെ, കനകാന്റി വരുന്നതിന് മുമ്പ് ഇവിടൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാരും നന്നായിട്ട് കഴിച്ചിട്ടുമുണ്ട്, നല്ല സ്വാദുണ്ടെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ അന്നല്ലേ. പക്ഷെ ഇനി അങ്ങോട്ട് അമ്മൂമ്മയെ കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കണത് ഒറ്റയ്ക്ക് കുട്ടിയെ കൂടുന്നു എനിക്ക് തോന്നണില്ല. ഒന്ന് പോടാ അവിടുന്ന്. കൊണ്ട് കേട്ട കണക്കിന് കൊണ്ടിട്ടുണ്ട്. അരിപ്പാത്രം എന്ത്? ഷടാ, അയറും കാണുന്നില്ല. നീ നോക്കിക്കോ, ഇപ്പൊ വിളി വരും, ഇപ്പൊ വരും, ഇപ്പൊ വിളിക്കും. ആ ഓക്കേ. ലച്ചു, ഓ ലച്ചു, ഓ അരി നോക്കിട്ട് അരി കാണുന്നില്ലെന്ന്. ആ, അരി കാണുന്നില്ല, അരി കാണുന്നില്ല, പയറ് കാണുന്നില്ല, ഉള്ളി കാണുന്നില്ല. പിന്നെ എന്തിന് ഇത്തിരി ഗോതമ്പ് അവിടെ വെച്ചിരുന്നു, അത് നോക്കിട്ട് അതും കാണുന്നില്ലെന്നേ. അരിയാനുള്ള കത്തി പോലും കാണുന്നില്ല. ഇതൊക്കെ എവിടെ പോയി? എനിക്കറിഞ്ഞൂടാ. അമ്മൂമ്മ സത്യം പറ, അമ്മൂമ്മക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണെന്ന് അറിയാത്തതിന്റെ പ്രശ്നമല്ലേ? എന്തോടെ അടുക്കള ഇരിക്കുന്ന സാധനങ്ങൾ എനിക്കറിയത്തില്ലയോ? അതൊക്കെ കനകാന്റി അടുക്കളയിലെ സാധനങ്ങൾ എവിടെയാ വെച്ചേക്കുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. ഇവിടെ ഒരാൾ അടുക്കളയിൽ കയറുന്നത് വെറുതെ ഷോ കാണിക്കാനല്ലേ. അത് കറക്റ്റാ, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കനക അത് കനക ഇത് ചെയ്യുന്ന പറഞ്ഞ് കൺട്രാക്ട് കൊടുത്തേ ഉള്ളൂ, വേറെ ഒന്നും അറിയാം. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കനകാന്റിയുടെ കൈപുണ്യം നമ്മളത് ആന്റിയുടെ അടുത്ത് പറയാറില്ല, പക്ഷെ എന്നാലും പറയാലോ, ഭയങ്കര കൈപുണ്യാണ് കനകാന്റിക്ക്. ചെറുതായിട്ടൊന്ന് മുളക് ചാലിച്ചാൽ പോലും എന്നാ ടേസ്റ്റാ. ലച്ചുവേ, കൂടുതൽ അങ്ങ് ഇടിച്ച് താഴ്ത്തല്ലേ. പാമ്പും പഴയതാ നല്ലത്, നീ ഓർത്തോ. യേശു, ബാ, പയറും അരിയും തേങ്ങയും ഒക്കെ മേടിക്കണം, കാശ് ഞാൻ തരാം. ഓ ശരി അമ്മൂമ്മ പറഞ്ഞു. അല്ല, എന്നാലും ഈ സാധനങ്ങളൊക്കെ എവിടെ പോയി? അമ്മൂമ്മ അടുക്കളയിൽ നിൽക്കുന്നതിന്റെ ഗുണമായതൊക്കെ. നീ വാ, കാശ് തരാം. ഓ, എന്നാലും ഇത് എങ്ങോട്ട് പോയി സാധനങ്ങളൊക്കെ? കൊണ്ട് ഉച്ചത്തെ ഫുഡേ നമുക്ക് ഓർഡർ ചെയ്യാം. അത്ര തന്നെ ഞാൻ താ പറഞ്ഞു പോട്ടോ. അമ്മൂമ്മ പഠിക്കാവുന്നൂര് ഉണ്ട്.
ലച്ചുവിന്റെ വിചാരമേ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നാ. അവൾ ഈ എടുത്ത് മാറ്റി വെച്ചതൊന്നും എനിക്ക് ഒട്ടുമേ മനസ്സിലായിട്ടില്ലെന്നാ അവൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ വരെ പോകും നോക്കട്ടെ. ഞാനേ അവള് കഞ്ഞിക്കല്ലും എടുത്ത് മാറ്റി വെച്ചാലേ ഞാൻ ചരുവത്തി വെച്ച് കഞ്ഞി വെക്കും. എന്നാലും ഞാൻ കഞ്ഞി വെച്ച് കുടിക്കും. എങ്ങനൊന്ന് പൊട്ടിക്കും? എന്താ സ്ലാവം കാണും പൊട്ടിപ്പോയാലേ ഒരു വകയില്ല. എല്ലാവർക്കും എന്തായി വല്ലതും നടക്കോ? എന്റെ ലച്ചു ഒരു സാധനവും കാണുന്നില്ല. പെട്ടുകത്തി കാണുന്നില്ല, തവി കാണുന്നില്ല, ഒരു സാധനവും കാണുന്നില്ലെന്നാ ഇവിടെ. ഇവിടെ ഇത്ര സാധനങ്ങളല്ലേ ഉണ്ടായോളൂ? ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് അമ്മൂമ്മയുടെ ഓർമ്മക്കുറവിന്റെ പ്രശ്നമാണ് കേട്ടാ. കണ്ടാ ഇതൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് പോലും ഓർമ്മ കിട്ടുന്നില്ല. പ്രായന്റെ ആയിരിക്കും. ആയിരിക്കൂടാ മോനെ. പിന്നെ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്യാനാ? കണ്ട ചെരവ പോലും കാണുന്നില്ല. ഈ തേങ്ങ ഒന്ന് പൊട്ടിക്കണ്ടേ, പൊട്ടിച്ച് തിരുമണ്ടേ? എന്ത് ചെയ്യും? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങ് ചമ്മന്തി അങ്ങ് ഒഴിവാക്കാം. ആ എന്നാ പിന്നെ അതായിരിക്കും നല്ലത്. ഒരു കാര്യം ചെയ്യാം, ഒരു ഇച്ചിരി മുളവും ഉള്ളിയും കൂടി ഇടിച്ച് അതിനകത്തിലിടാം. ഏതില്? കഞ്ഞിക്കത്തില്. ഉള്ളി നന്നാക്കണമെങ്കിലേ കത്തി വേണ്ടേ? അയ്യോ പറഞ്ഞോലെ കത്തിയില്ലല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യും? ഓ അത് കുഴപ്പമില്ലെന്നേ. ഇത്ര ഉള്ളിയുടെ കാര്യമല്ലേ ഉള്ളൂ, അത് കൈ വെച്ചങ്ങ് നന്നാക്കാം. ആ ശരി. അപ്പൊ ചമ്മന്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. അല്ല, കഞ്ഞിക്കകത്ത് ഇടുന്ന ഉള്ളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. തീരുമാനമായി. ബാക്കി കഞ്ഞി വെക്കാൻ വേണ്ടിയുള്ള അരിയുടെ കാര്യത്തിൽ തീരുമാനമായോ? അത് നീ മേടിച്ചിട്ടൊന്നില്ലായിരുന്നോ? അയ്യോ മോനെ വന്നായിരുന്നോ? അമ്മൂമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ടേ. അതാ മേടിച്ചല്ലോ. പിന്നെ ഞാൻ മേടിച്ചിട്ട് വന്നായിരുന്നല്ലോ. എന്നാ പിന്നെ നമുക്ക് കഞ്ഞി ഉപ്പിട്ട് കുടിക്കാം. ഓ അല്ല, ഉപ്പുണ്ടോ? അയ്യോ ഉപ്പുണ്ടോ? അയ്യോ ഉപ്പ് എവിടെന്ന് അറിയാൻ വയ്യ. അയ്യോ അറിയാൻ വയ്യ മക്കളെ. അപ്പൊ അതും ഇല്ല. എന്തോന്ന് അമ്മൂമ്മേ, വരെ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ അടുക്കളയില് ഒരു സാധനം എവിടെ ഇരിക്കണേന്ന് പോലും അറിയാൻ പാടില്ലല്ലോ. മക്കളെ വയസ്സായില്ലയോ, ഓർമ്മക്കുറവ് ഉണ്ടാവത്തില്ലയോ? എന്നും പറ്റും നമുക്ക് പട്ടിണിക്ക് ഇരിക്കാൻ പറ്റുമോ? അതും പറ്റൂലല്ലോ. ശരി ഞാൻ വെക്കാം. അമ്മൂമ്മക്ക് എന്തൊക്കെ വേണം? കഞ്ഞി വേണം, തേങ്ങ അരച്ച് ചമ്മന്തിയും വേണം. അത്ര പോരെ? അത്രേ മതി. ലച്ചു സെറ്റ് ചെയ്ത് തരാം. നമ്മള് കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം, പക്ഷെ അതിന് അമ്മൂമ്മ ഇവിടുന്ന് പോണം. അതെ. എന്നാ പിന്നെ അമ്മൂമ്മ മാവും ചോട്ടി കൊണ്ടിരുത്താം. പക്ഷെ നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കണം. വിളിച്ചോണ്ട് പോ. ബാ അമ്മൂമ്മ. അങ്ങനെയാണെങ്കിലേ ഒരു മണിക്കൂർ കഴിയുമ്പോ ഞാൻ വരും. എന്റെ പേരെ ചോനർ തല ഭവാനി എന്നല്ല, ലച്ചു എന്നാണ്. ലച്ചു വാക്ക് പറഞ്ഞ വാക്ക. നമുക്ക് കാണാം. കാണിച്ചു തരാം. മക്കളെ കഞ്ഞി ഉണ്ടാക്കാൻ എന്റെ ചേച്ചി കഞ്ഞിയാണ്. സോറി, പഞ്ച് മാറി. നേരം കുറെ ആയല്ലോ. സമയത്തിനും കാലത്തിനും വല്ലതും നടക്കുവോ? അമ്മൂമ്മ വെയിറ്റ് ചെയ്യ അമ്മൂമ്മ. ചേച്ചി നീ തിന്നുവാണോ മൊത്തം? ഇല്ല, ഞാൻ ഒരു ഫ്ലോയില് പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം അച്ചാറുണ്ട്, ചമ്മന്തി റെഡിയാവും. പിന്നെ പപ്പടം പൊളിക്കണോ? പപ്പടം പൊളിക്കണമെങ്കിൽ പൊളിക്കാം. പപ്പടം പൊളിക്കാപ്പോ കഞ്ഞി റെഡിയായ വെന്താ? വെന്തോണ്ടിരിക്കുന്നു. അതെ മാറിക്ക്, ഞാൻ ചെലവിക്കോളാം. മാറി കുറച്ച് ഒരൗണ്ട് നിന്നുള്ളൂ. വേണ്ട. തേങ്ങയും വച്ചൽ ഇത് കഷ്ടപ്പാടാണല്ലോ. തേങ്ങയും വച്ചൽമുളകും ചെറിയുള്ളും കൂടെ ചതച്ച് കഞ്ഞിയിലിട്ടാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അമ്മമ്മ ഇത് കാണുമ്പോ ഞെട്ടണം. ഇത് കാണുമ്പോ എന്തായാലും ഞെട്ടും. അല്ല ഈ ചെറുവ എവിടുന്ന് കിട്ടി? ചെരവ എവിടെയാണോ വെക്കാറ് അവിടെ നിന്ന് കിട്ടി. ഞാൻ നേരത്തെ നോക്കിയതാണല്ലോ. അത് നോക്കണ്ട പോലെ നോക്കണം.
അപ്പൊ കിട്ടും. ആ നോക്കണ്ട പോലൊക്കെ തന്നെ നോക്കിയത്. എന്നിട്ട് കിട്ടിയോ? ഇല്ലല്ലോ. ഈ വെട്ടുകത്തി എവിടെ നട്ടി? ചന്ദ്രനെ വീണ് കിട്ടിയതാ. യേശുവേ, പിന്നെ അല്ലാതെ തന്നെ എന്റെ അമ്മൂമ്മ ആ വർക്ക് ഏരിയയിൽ ഇരിപ്പുണ്ടായിരുന്നു. വർക്ക് ഏരിയയിലൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. എന്റെ അമ്മൂമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടൂല. ഇതൊക്കെ ഇച്ചിരി സമയമൊക്കെ എടുത്ത് സമാധാനത്തോടെ നോക്കണ്ടേ? ദേ, ഇവിടെ എല്ലാ സാധനങ്ങളും ഇപ്പൊ വന്നു. നേരത്തെ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ആ അത് കരകാന്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചതൊക്കെ തപ്പി പെറുക്കി ഇവിടെ കൊണ്ടുവച്ചതാണ് ഞാൻ. യേശുവേ, എന്തോ മോളെ, ഞാനേ മോളെക്കാട്ടി ഒരുപാട് ഓണം കൂടുതലുണ്ടതാ. ഒരുപാട് എന്നെ അങ്ങ് മണ്ടിയാക്കാൻ നോക്കല്ലേ. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അമ്മൂമ്മ കുരുട്ട് ബുദ്ധിയുടെ രാജ്ഞിയാണെന്ന് എനിക്കറിയാം. സത്യം പറ ലച്ചു, എനിക്ക് പാര വെക്കാൻ വേണ്ടി നീ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ചതില്ലയോ? പറയണേ ചേട്ടാ, ഞാൻ ഇത് കേക്കണം. പാമ്പിടിച്ചെന്റെ ചേച്ചി അമ്മൂമ്മയ്ക്ക് വെറുതെ കഷ്ടപ്പാടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി വരെ കഷ്ടപ്പാടോടെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ അമ്മൂമ്മയെ പറയാൻ കൊള്ളാവോ? എടാ കള്ളന് കഞ്ഞി വെച്ചവനെ, ഓ ഉള്ളത് പറഞ്ഞാൽ നിനക്കൊക്കെ കൊള്ളാം. നിന്റെ ഒന്നും ഉടായ്പൊന്നും എന്റെ അടുത്ത് കാണിക്കരുത്. സത്യം പറ, നിങ്ങൾ എന്നെ കളിപ്പിക്കാൻ നോക്കിയതല്ലയോ? എനിക്കിതിൽ ഒരു പങ്കുമില്ല. Kerala Matrimony.